ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നുള്ള ഒരു വസ്തു കൂടി നമ്മുടെ സൗരയൂഥത്തിൽ എത്തിയിരിക്കുകയാണ്. 3I അറ്റ്ലസ് എന്ന് പേരിട്ടിട്ടുള്ള ഇത് ഇന്നേ വരെ സ്ഥിരീകരിച്ചിട്ടുള്ള മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ്. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് ടെലസ്കോപ്പാണ് സൗരയൂഥത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഇതിനെ കണ്ടെത്തിയത്. ഇതൊരു വാൽനക്ഷത്രമാണോ അന്യഗ്രഹ ജീവികളാണോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് ഗവേഷകർ. കാരണം മറ്റു വാൽനക്ഷത്രങ്ങളെ പോലെ ഇതിന്റെ സഞ്ചാരപാതയ്ക്ക് സൂര്യന്റെ ആകർഷണവുമായി യാതൊരു ബന്ധവുമില്ല. 2 ലക്ഷം കിലോമീറ്റർ എന്ന അവിശ്വസനീയമായ വേഗതയിലാണ് ഇത് സൗരയൂഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളും തികച്ചും വ്യത്യസ്തമായതായാണ് പറയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു പ്രൊപ്പല്ലന്റായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇതായിരിക്കാം ഇതിനെ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് എന്ന് സംശയിക്കുന്നു. കൂടാതെ 11 കിലോമീറ്റർ നീളമുള്ള ഇതിന്റെ ഷേപ്പും ഇതൊരു ഏലിയൻ ഷിപ്പ് ആണോ എന്ന വാദം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹൈപ്പർബോളിക്കായ ഒരു സഞ്ചാര പാതയിലൂടെ സഞ്ചരിക്കുന്ന ഇത് ഇനി സൗരയൂഥത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. 1970 ഭൂമിയിലേക്ക് ഒരു റേഡിയോ സിഗ്നൽ വന്നിരുന്നു. ബോ സിഗ്നൽ എന്നറിയപ്പെടുന്ന ഇത് ആരാണ് അയച്ചതെന്നോ എവിടെ നിന്നാണോ ഇത് വന്നതെന്നോ ഒരു വിവരവുമില്ല. സാജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വന്ന ഈ സിഗ്നൽ ഇന്നും ചുരുളഴിയാത്തൊരു രഹസ്യമാണ്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇതേ ഭാഗത്തു നിന്ന് തന്നെയാണ് 3I അറ്റ്ലസും വരുന്നത്. ശരിക്കും സൗരയൂഥത്തിലേക്ക് 3I അറ്റ്ലസ് പ്രവേശിച്ച സമയത്ത് ഞങ്ങളിതാ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പായിരുന്നോ ഈ സിഗ്നൽ എന്നും നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു വാൽനക്ഷത്രമാണ് എന്നതിലുപരി മനുഷ്യനെ തേടി വന്ന ഏലിയൻസ് ആണ് എന്ന സംശയമാണ് ഏറെ ഉയർത്തുന്നത്. എന്തായാലും കാത്തിരിക്കാം ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ശരിക്കും ഒരു വാൽനക്ഷത്രമാണോ അതോ ഏലിയൻസിന്റെ പേടകമാണോ?